ഹായ് ഫ്രണ്ട്സ്, മീ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് ഞാനിന്ന് പുതിയ തലമുറയ്ക്ക് വേണ്ടി ഇവിടെ പരിചയപ്പെടുത്തുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായി ഉണ്ടാക്കുന്ന ഉപ്പുമാവ് തന്നെയാണ് സംഭവം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇതിന് ഞാൻ എടുത്തിട്ടുള്ള സാധനം 2 കപ്പ് റവയ്ക്ക് മീഡിയം സൈസിൽ ഒരു സവാളയും അതുപോലെ ഒരു ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, കിസ്മിസ്, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ചൂടാക്കുക, അതിൽ എണ്ണ ഒഴിക്കുക, കടു താളിക്കുക. സാധാരണ കടു പൊട്ടിച്ച് കരിവേപ്പില ഇട്ട് ഇതിലോട്ട് കിസ്മിസ് ചേർത്ത് ഇഞ്ചി ചേർക്കുക, പിന്നെ പച്ചമുളക്. ഇവിടെ തന്നെ സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാം, സവാളയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ചെറിയ ഉള്ളി ചേർക്കണമെന്നുള്ളവർക്ക് ചെറിയ ഉള്ളി ചേർക്കാം. ഞാൻ തീരെ ചെറുതായിട്ടല്ല, അല്പം വലുതായിട്ട് തന്നെ സവാള മുറിച്ചിട്ടുള്ളത്. പിന്നെ ക്യാരറ്റാണുള്ളത്. അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ വെജിറ്റബിളൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ കൂടെ ഈ വെജിറ്റബിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കൂടി ചേർത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. ഞാനിവിടെ കുറച്ച് മാത്രമേ ഉപ്പ് ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉപ്പിടുക. പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. ഇതിൽ നമ്മുടെ റവ മാവ്, ഞാൻ ഇവിടെ അജ്മിയുടെ റവ മാവാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് റവ മാവ്. അപ്പോൾ അതൊന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് മാവൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം താളിച്ച് കൊടുക്കാം. സാധാരണ എല്ലാവരും വെള്ളം ഒഴിച്ച് വെച്ച് അടച്ചു വെച്ച് വേവിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, പിന്നെ കട്ട കെട്ടും. അതുകൊണ്ട് ഞാനിവിടെ വെള്ളം തളിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ കുറച്ച് വെള്ളം മാത്രം വീഴ്ത്തി കൊടുത്താൽ മതി. കുറേശ്ശെ വീഴ്ത്തി കൊടുക്കുക. വീഴ്ത്തി കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. വേവിച്ചിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി നമുക്ക് സെർവ് ചെയ്യാമെന്നുള്ളതാണ്. ഇതിലോട്ട് തേങ്ങയും നെയ്യും കൂടി ചേർത്താൽ ഇതിൻ്റെ ലെവലൊന്ന് വേറെ ആയിരിക്കും, ഇതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവലായിരിക്കും. ഞാനിപ്പോൾ തേങ്ങയോ നെയ്യോ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.